കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കാരണം ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്, അതായത് ഓസ്ട്രേലിയ ജയിലിൽ പോകേണ്ട സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിക്കും എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 2025 പുതുക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഡിജിറ്റൽ കോപ്പിയാണ് കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ലൈസൻസ് സ്മാർട്ട് കാർഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് അക്ഷയ വഴി പ്രിന്റ് ഔട്ട് എടുക്കാം എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ എടുത്തതിന്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫയലുകൾ, ഇത്രയും പേപ്പറുകൾ, അതായത് ഈ സാധനങ്ങളെല്ലാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. ഈ രാജ്യത്തുള്ള നിയമം വെച്ചിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഇല്ലീഗലാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. കേരള ലൈസൻസ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്ത സമയത്ത്, അതായത് 2025 ശേഷം ലൈസൻസ് കിട്ടിയിട്ടുള്ള ആൾക്കാർ, പുറത്തോട്ട് പോകുന്ന ആൾക്കാർ, ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ രീതിയിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ കൊണ്ടുപോകുന്ന ലൈസൻസ് അക്ഷയെന്ന് പ്രിന്റ് ഔട്ട് എടുത്ത ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുപോകരുത്, പെട്ടുപോകും. നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഫിസിക്കൽ ലൈസൻസ്. അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ലൈസൻസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ക്ലാരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ഇവിടെ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 10,000 രൂപ നമ്മൾ ഫീസ് കൊടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുത്തി. പക്ഷെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സംഭവം കീപ്പ് ചെയ്യുക. എപ്പോഴും നമ്മൾ പുറത്ത്, ഇപ്പം ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ എല്ലാ രാജ്യക്കാരും അങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു ഫിസിക്കൽ കാർഡ്, നിങ്ങളൊരു സ്മാർട്ട് കാർഡ് സേവ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ കാർഡ് നിങ്ങൾ കൊടുക്കണം. ഇവര് എനിക്കെതിരെ ആരോപിച്ചേക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ടാക്കിയെന്നാണ്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഇടുവാണ്. ഞാൻ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം.